السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ, അതുപോലെ സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെ, സദസ്സിലുള്ള കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിവിടെ സമ്മേളിച്ചത് എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് ഏകദേശം എനിക്ക് പറയാൻ തോന്നിയത് അത് മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി എന്നൊക്കെ പറയലുണ്ടല്ലോ ചില വിഷയം. ആരുടെയൊക്കെയോ സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പലരും ആ വിഷയത്തിൽ നമ്മളെ പിന്തുണച്ചു. അതിനു പുറമെ നമ്മുടെ കോടതി പലപ്പോഴും പാവങ്ങൾക്ക്, മർദ്ദിതരായ ആൾക്കാർക്ക് ഒരു അത്താണിയാവലുണ്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ. അപ്പോൾ പല വഴിയിലും സഹായം ലഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് ആ പ്രശ്നം അവസാനിച്ചതുപോലെ ആ കാര്യം നമുക്കൊക്കെ അറിയാം. പക്ഷെ എത്ര അവസാനിച്ചാലും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. മുസ്ലിങ്ങൾ പ്രത്യേകിച്ചൊരു വീണ്ടും വിചാരത്തിനൊക്കെ ഇത്തരം സംഭവങ്ങൾ കാരണമാക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരവസരം, ഒരു വാതിൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിരിക്കുകയാണ്. തിന്മകൾക്കെതിരെ പോരാടുന്നവരാണ് നമ്മൾ. പക്ഷേ ഇത്തരം ഒരു സന്ദർഭം കിട്ടുമ്പോൾ സമൂഹത്തിലുള്ള ഒട്ടേറെ തിന്മകളെപ്പറ്റി ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ഒരവസരമാണ്. പണ്ട് മുതലേ ഈ പരിഷ്കർത്താക്കൾ ചെയ്തത് ഒരു നമ്മൾ അറബിയിൽ ഇസ്ലാഹി പ്രവർത്തകർ എന്ന് പറയും. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ പരിഷ്കരണം വരുത്തുക, നന്നാക്കി തീർക്കുക എന്നൊക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ പ്രവർത്തനം തന്നെ ഇസ്ലാഹാണ്. നമ്മളെപ്പറ്റി അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ ദീനിൽ നിന്ന് തെറ്റും, തിന്മകളിലൂടെ സഞ്ചരിക്കും. ആ നേരം അത് ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാഹ് നടത്തുക. ആ രൂപത്തിൽ ഇസ്ലാഹ് നടത്തുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഫതൂബാലിൽ ഖുറബ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്. ജനങ്ങൾ ഫസാദിലാക്കിയതൊക്കെ നന്നാക്കി തീർക്കുന്നവർ, അത് ഏത് കാലത്തുണ്ടാകും. അമ്പിയാക്കളുടെ പിൻതലമുറക്കാർ അവരുടെ അതേ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അവരെപ്പറ്റി ലാ യദുറുഹും മൻ ഖദലഹും, അവരാര് കൈവിട്ടതോ അതൊന്നും അവർക്ക് വിഷയമല്ല. ചിലപ്പോൾ ചിലർ നമ്മൾ സഹായിക്കുമെന്ന് വിചാരിച്ചോലും തന്നെ അവർ കൈവടിയും. നമ്മൾ സഹായിക്കില്ല എന്ന് വിചാരിച്ചോലും പിന്നെ ചിലപ്പം കൈവടിയും.
എന്തായാലും അതൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ കണ്ണ്, അവരുടെ മനസ്സ് സത്യത്തിലേക്ക് മാത്രമേ ഇരിക്കും. അത് നോക്കി ഇങ്ങനെ ജീവിക്കും അവർ. അതാണ് ഈ മുസ്ലിഹീങ്ങളുടെ ഗുണമായി, സവിശേഷതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് ഒരുപാട് അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഇത്രയേറെ അമ്പിയാക്കൾ വന്നത്? ലോകത്തിനൊരു നബി തന്നെ പോരെ, അതനുസരിച്ച് ജീവിച്ചാൽ പോരെ? അങ്ങനെ ജീവിക്കൂല ആൾക്കാർ. ആ പ്രവാചകൻ്റെ അധ്യാപനത്തിൽ നിന്ന് മാറി ജീവിക്കും. ആ പ്രവാചകൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അതിൽ നിന്നിങ്ങനെ തെറ്റും. അപ്പോൾ പിന്നെ വേറൊരു നബിനെ പറഞ്ഞേക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അല്ലെങ്കിൽ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ലോകത്ത് പ്രവാചകന്മാരെ അടിക്കടി അള്ളാഹ് പറഞ്ഞയച്ചിട്ടുണ്ട്. അതിലെ അന്ത്യദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഇനി വേറെ നബി വരില്ല. എന്നാൽ ആ റസൂൽ തിരുമേനിൻ്റെ ആ അധ്യാപനം അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവരുണ്ടാകും. അവരുടെ പണി അമ്പിയാക്കളുടെ ദൗത്യമാണ്. അവരുടെ പണി അവരേതൊന്നിലേക്കാണോ ക്ഷണിച്ചത് അതിലേക്ക്. അപ്പോൾ എപ്പോൾ ജനങ്ങൾ തെറ്റുമ്പോഴും അവരുടെ ആ ശുദ്ധ ആദർശത്തിലേക്ക്, റബ്ബ് നൽകിയ ആ സന്ദേശത്തിലേക്ക് അവരെന്ത് ചെയ്യും? ജനങ്ങളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിലും അങ്ങനെ വരും. അതാണ് മുസ്ലിങ്ങളും ചിന്തിക്കണം എന്ന് പറയാൻ കാരണം. ഈ ഉമ്മത്തിലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നൊരവസ്ഥ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൻ്റെ ആദർശം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടേറെ കക്ഷികളൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരുപാട് കക്ഷികൾ വരും എന്ന് അവിടുന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആദ്യം ഖദരികൾ വന്നു. ഖദരികൾ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇസ്ലാഹ് നടത്തുന്നവർ അവിടെ വന്നു. അവർക്കെതിരെ സംസാരിച്ചു. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞ ഖളാ ഖദർ എങ്ങനെയാണ് അങ്ങനെ തന്നെ വിശ്വസിക്കണം. എങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്, എങ്ങനെയാണ് ഹദീസിലുള്ളത്, അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതുകൊണ്ട് അത് സഹാബിയുടെ കാലത്തായിരുന്നു അങ്ങനെ കക്ഷി വന്ന് ഖളാ ഖദറൊന്നുമില്ല, അള്ളാഹ് അങ്ങനെ വിധിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടർ വന്നു. പക്ഷെ അവർക്കെതിരെ ശക്തമായി അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബികൾ ഇടപെട്ടു. അതിൽപ്പെട്ട ഒരു സഹാബി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവാണ് സത്യം, അവരിൽ ഒരുത്തൻ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കൂല ഖളാ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. അപ്പം അത്ര ശക്തമായി തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയാണ്. കാരണം ശുദ്ധമായ ആശയത്തിനെതിരെ വരുമ്പോൾ അതിൻ്റെ ശരി പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ. മറ്റൊരു കൂട്ടർ, അതിര് കവിഞ്ഞൊരു കൂട്ടരുണ്ട്, ഖവാരിജികൾ. പലരും വഞ്ചിതരായി. കാരണം അവർ രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്. രാത്രി കിടന്നുറങ്ങാതെ നിസ്കരിക്കുമ്പോൾ സാധാരണക്കാരെന്തായാലും അതിൽ പെടും. ഇവർ നല്ലവരാണ്, കാരണം അതല്ലെങ്കിൽ ഇത്ര ഉറക്കം ഒഴിച്ച് നിസ്കരിക്കുമോ. അതുപോലെ പകൽ മുഴുവനും നോമ്പെടുക്കുക. അപ്പോൾ ഇത് കാണുമ്പം കൃത്യമായി അള്ളാഹിൻ്റെ സന്ദേശത്തെപ്പറ്റി ബോധ്യമില്ലാത്തവർ വഞ്ചിതരാകും. ഇവരൊക്കെ മോശമാണ്, പിന്നെ ആരാ മോശമല്ലാത്തതെന്നൊക്കെ പറയും. പക്ഷെ അത്തരക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അവർ മതത്തിൽ നിന്ന് പുറത്തു പോയവരാണെന്ന്. കാരണം ഇസ്ലാം പഠിപ്പിച്ച അതിലല്ല അവർ നിൽക്കണം, അവർ അതിര് കവിഞ്ഞവരാണ്. അപ്പോൾ ചിലർ അതിര് കവിഞ്ഞിട്ടാണ് രംഗത്ത് വരിക. വേറെ ചിലരോ ഇസ്ലാമിൻ്റേതെന്ന് കട്ടും മുറിച്ച് ഒഴിവാക്കിയിട്ട് അങ്ങനെ രംഗത്ത് വരും. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടാകും. ചില പ്രമാണങ്ങൾ കാണുമ്പോൾ വിശുദ്ധ ഖുർആനാണെങ്കിൽ അതൊന്ന് നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് ദുർവ്യാഖ്യാനം നടത്തും. ഹദീസാണെങ്കിൽ അവരെന്ത് ചെയ്യും? അത് തള്ളും. വേറെ പല കാരണങ്ങളും പറയും. ഹദീസിനെ തള്ളാൻ പല കാരണങ്ങളുമാണ് പലരും പറയണത്. ബുദ്ധിക്കെതിരാണ് പറയും, അല്ലെങ്കിൽ ഖുർആനെതിരാന്ന് പറയും, അല്ലെങ്കിൽ ചരിത്രത്തിനെതിരാണ്, വെറുതെ അവരാണ് പറയും. ഏതായാലും ശരി, ഇങ്ങനെ അവനവൻ്റെ ബുദ്ധി വലിയ സംഭവമായി അവതരിപ്പിച്ചിട്ട് അതിനെതിരെ പ്രമാണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ മുൻഗാമികൾ മുഅ്തസില എന്ന വിഭാഗമാണ്. മുഅ്തസില. ഇനി വേറൊരു കൂട്ടർ നോക്കി നിങ്ങൾ, ഈ ഷിയാക്കൾ എന്നൊരു കൂട്ടർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ ഒരു തരം അതിര് കവിയൽ. ഇസ്ലാമിൻ്റെ അടിത്തറയിലാണ്
അവരതിര് കവിഞ്ഞു പോയി. അപ്പോഴൊക്കെ ഈ ഇസ്ലാഹിൻ്റെ പ്രവർത്തകർക്ക് പണി ഇതിനെതിരെ എങ്ങനെ, അതല്ല, ഇസ്ലാമിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? വ്യക്തികൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചു. അലി ഇബ്നു അബീ താലിബിനെ അദ്ദേഹത്തിന് ഇസ്ലാം കൊടുത്ത സ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് വെച്ചിട്ട് അദ്ദേഹം തന്നെയാണ് അള്ളാഹു എന്നൊക്കെ പറയുന്നിടത്തേക്ക് എത്തി. മറഞ്ഞ രൂപത്തിൽ ഉപകാര ഉപദ്രവമൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നൊക്കെ അലി ഇബ്നു അബീ താലിബിനെ പറ്റി വിശ്വസിക്കാൻ തുടങ്ങി. അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളായ ഹസൻ, ഹുസൈൻ, അതുപോലെ അലി ഇബ്നു അബീ താലിബിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി. അപ്പോൾ ഇവരുടെയൊക്കെ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി. അങ്ങനെ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഖബറുകൾ പൊങ്ങുന്നത് ആ കാലം മുതലാണ്. അതിൻ്റെ മുമ്പൊന്നും അങ്ങനെയല്ല, ഒരു ചാണ് ഉയർത്തിയാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു? അതൊക്കെ ഉയർത്തി അവിടെ നമ്മൾ ഇടപെട്ടു. ഇത് ഇസ്ലാഹി പ്രവർത്തകർ ഇടപെട്ടു. പണ്ടേ ഉമർ ഖത്താബിൻ്റെ കാലത്ത് അദ്ദേഹം ഇടപെട്ടൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? പേർഷ്യയിൽ, റോമിലൊക്കെ സൈന്യങ്ങൾ ഇസ്ലാമിൻ്റെ ദഅവത്തുമായി പോകുമ്പോൾ അവിടെ നിന്ന് ഒരു സഹാബി ഇവരറിയിച്ചു, ഇവിടെ ഒരു മയ്യത്ത് കിട്ടിയിട്ടുണ്ട്. മുമ്പ് മരിച്ചു പോയ ഒരാളാണ്, പക്ഷെ ജീർണിച്ചിട്ടില്ല. അപ്പോൾ ഒരു മുമ്പ് മരിച്ചു പോയൊരു പ്രവാചകൻ്റെ, ദാനിയാൽ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ മയ്യത്താവും എന്ന് വിചാരിച്ചു. അവർ ഏകദേശം തീരുമാനത്തിലെത്തി. അപ്പോൾ ഉമർ ഖത്താബ് വിവരം കൊടുത്ത് എന്താ കാണിക്കേണ്ടത്? ഇങ്ങനെ ഒരു എന്നോ മരിച്ചു പോയൊരു മൃതശരീരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഉമർ ഖത്താബ് പറഞ്ഞു, നട്ടപ്പാതിരക്ക് അകലങ്ങളിലായി ഒരു 10-13 ഖബറ് കുഴിക്കുക, എന്നിട്ട് അതിലൊന്ന് മറവ് ചെയ്യുക, ഒന്നിൽ ബാക്കിയെല്ലാം മൂടുക, ജനങ്ങൾക്ക് അറിയരുത് ഇത് ആരുടെ ഖബറാണ്. കാരണം അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അത് ഇബാദത്തുള്ളൊരു കേന്ദ്രമാക്കും. അപ്പോൾ അവരുടെ മനസ്സ് അത്രയായിരുന്നു. പിന്നെ ഖബറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതില്ലായ്മ ചെയ്യുക. അതൊക്കെയാണ് ഇസ്ലാഹ് എന്ന് പറയണം. ഇസ്ലാഹ് അദ്ദേഹത്തെ പറ്റി തന്നെ പറയപ്പെടുന്നൊരു കഥ ഉണ്ട്. എന്താണത്? ഹുദൈബിയ സന്ധി നടന്നതൊരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ആ മരത്തെപ്പറ്റി വിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് യുബായൂനക തഹ്ത ഷജറ. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് താങ്കൾക്ക് ബൈഅത്ത് ചെയ്ത ആ സഹാബികൾ അന്ന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിൽക്കാലത്ത് ചിലപ്പോൾ ജനങ്ങൾ വിചാരിക്കുക, എന്ത് ഈ മരത്തിന് എന്തോ പ്രത്യേകത ഉണ്ട്, അങ്ങനെ മരത്തിന് ഈ ഭാഗത്ത് കൊടുക്കുന്ന അവസ്ഥ വരും, മരത്തെ ആരാധിക്കുന്ന പ്രശ്നം വരും. അപ്പോൾ അവരിടപെട്ട് ആ മരം പിഴുതെറിഞ്ഞു, മുറിച്ച് കളഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ വിശ്വാസ വൈകല്യങ്ങൾ എവിടെയൊക്കെ വരുന്ന അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അതില്ലായ്മ ചെയ്യാനുള്ള പണി, അതാണ് നബി തിരുമേനി പറഞ്ഞത്. ബദൽ ഇസ്ലാം വരീബൻ വസയഊദു കമാ ബദ. ഇസ്ലാം അപരിചിതൻ്റെ അവസ്ഥയിലാണ് വന്നത്, അതങ്ങനെ തന്നെ വരും. പിന്നെ ഇസ്ലാമിനെ അറിയാത്തവർ, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് മാറി പേരിൽ മുസ്ലിങ്ങളാണെങ്കിലും എന്താണ് അതിൻ്റെ ആദർശം എന്നറിയാതെ ഇങ്ങനെ പോകുന്നൊരവസ്ഥയൊക്കെ വരും എന്ന് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയം തൂബാലിൽ ഉറബാക്കൾക്ക് മംഗളം, അല്ലെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്. എന്താ അവർ ചെയ്യുക? അല്ലതിന് യുസ്ലിഹൂന ഇതാ ഫസദന്ന, ജനങ്ങൾ കേടുവന്നതൊക്കെ അവരിങ്ങനെ നന്നാക്കും, ശുദ്ധമായ ദീനിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിലുള്ള തിന്മകളൊക്കെ നമ്മൾ അതിനെതിരെ പോരാടലുണ്ട്. പക്ഷെ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ ഒന്നും കൂടെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു വഴി അള്ളാഹ് തുറന്നു കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു നിയമത്താണ്. ഏതൊരു പ്രതിസന്ധി നമുക്ക് അതൊരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണ് എന്നൊന്നും നമ്മളാരും വിചാരിക്കേണ്ട. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഖൈറുണ്ടാവും. ഞാൻ രണ്ടാമത്തെ ഒരു പാഠം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്തൊയ്യബ്, പറയുക പ്രവാചകർ, നല്ലതും ചീത്തയും സമമാവുകയില്ല. വലോ ആജബക്ക കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം താങ്കളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ഫത്തഖുല്ലാ യാ ഉലിൽ അൽബാബ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക ബുദ്ധിയുള്ളവരെ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. അപ്പോൾ അവിടെ നല്ലതും ചീത്തയും സമമാവില്ല. വലോ ആജബക്ക കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം താങ്കൾ അത്ഭുതപ്പെടുത്തിയാലും. അപ്പോൾ തിന്മ കൂലം കുത്തി ഒഴുകിയാലും ജനങ്ങളൊക്കെ അത് തന്നെയാണ് നന്മ എന്ന് വിചാരിക്കുന്ന അവസ്ഥ വന്നാലും, കാരണം തിന്മ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, പിന്നെയും തിന്മ ചെയ്യുന്നു, അങ്ങനെ നിരന്തരമായി തിന്മകൾ ചെയ്യുമ്പോൾ പിന്നെ അവസാനം അതിനോട് മാനസികമായൊരു യോജിപ്പ് വരും. തുടക്കത്തിലൊക്കെ തിന്മ ചെയ്യുമ്പോൾ ഒരു പേടിക്കലും വിറക്കലൊക്കെ ഉള്ളവരും അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യും. അല്ല, ആ തിന്മയ്ക്ക് വേണ്ടി നിരന്തരമായ മുറവിളികൾ കൂട്ടുമ്പോൾ ചിലപ്പോൾ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കും, അത് നന്മയാണെന്ന് തെറ്റിദ്ധരിക്കും.
അങ്ങനെ കുറേ തിന്മകൾ സമൂഹത്തിലുണ്ട്. അതൊക്കെ നമ്മൾ എതിർത്ത ആൾക്കാർ അതൊക്കെ തെറ്റാണോ, ഇവരേത് കാലത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. വാസ്തവത്തിൽ തിന്മ, ഇസ്ലാം പറഞ്ഞ തിന്മ തന്നെയാണ്. ഇപ്പം പറയും സാധാ ഉദാഹരണം, ഇപ്പം നമ്മൾ ഈ മനുഷ്യന്മാർ അവരുടെ സമയം കളയുന്ന മ്യൂസിക്, സിനിമകൾ, അങ്ങനെ തുടങ്ങിയ പല വിഷയമുണ്ടല്ലോ. അതൊക്കെ അതിനൊക്കെ എതിരെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവരേത് ലോകത്താണെന്ന് ചോദിക്കും. വാസ്തവത്തിൽ ശരിക്കൊന്നാലോചിച്ച് ഓരോരുത്തരുടെയും മനസ്സാക്ഷി കൊണ്ട് എന്നല്ല, ഈ മനസ്സിലുള്ളതിന് അതിനുള്ള മനസ്സ് സാക്ഷ്യം വഹിക്കുന്നതാണുള്ള മനസ്സാക്ഷി. അവർക്കറിയാം ഇതൊക്കെ മനുഷ്യൻ്റെ സമയം നശിപ്പിക്കുന്നതാണ് പലതും. ഞാനൊരു സിനിമാ നടനോട് ഒരാൾ ചോദിച്ചൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാര്യപ്പെട്ടൊരു സിനിമാ നടൻ നമ്മുടെ മലയാളത്തിൽ, അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ സിനിമയെ പറ്റി ദൃശ്യമദ്യം എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണോ? നിങ്ങൾ തന്നെ വലിയ നടൻ, എന്നിട്ട് അതിനെപ്പറ്റി ദൃശ്യമദ്യം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? കാരണം മദ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാതിൻ്റെ ദുരന്തം, ലഹരി, അത് സാമ്പത്തിക നഷ്ടമാണ്, സമൂഹത്തിന് നഷ്ടമാണ്, കുടുംബത്തിന് നഷ്ടമാണ്. ഒരു മദ്യപാനി വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാൻസർ രോഗി ഉണ്ടാകുന്നതിനേക്കാൾ വലിയ മഹാ അപകടമാണ്. ഏത് വേറെ രോഗം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ, കാരണം ആ വീട്ടിൽ പേടിച്ചിട്ട് അവൻ്റെ ജീവിതം, കുടുംബത്തിന് പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, എല്ലാം. പിന്നെ അവൻ്റെ പ്രശ്നം, അവൻ്റെ ബുദ്ധി പ്രശ്നം, അവൻ്റെ സമ്പത്തിൻ്റെ പ്രശ്നം, സമൂഹത്തിന് പ്രശ്നം പലതും ഉണ്ടല്ലോ. പിന്നെ അവനത് ഒഴിവാക്കാൻ പറ്റാത്തത്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അക്രമാസക്തമാവുന്നത്, പല അപകടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതെന്നാണ് ഇപ്പോൾ സിനിമയെപ്പറ്റി ദൃശ്യമദ്യം എന്ന് നിങ്ങളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞല്ലോ, ഒരു സിനിമ നടൻ തന്നെ പറയണം. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷൻ്റെ തലേന്ന് പോയി സിനിമ കണ്ട ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹം അപകടം പറഞ്ഞാണ്. പ്രീ ഡിഗ്രി പരീക്ഷൻ്റെ മുമ്പ് ഞാൻ പോയി സിനിമ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാം, അപ്പോൾ നമ്മുടെ വിലപ്പെട്ടത് ഇത് തകർക്കുന്നുണ്ടെന്ന് അർത്ഥം. വളരെ വിലപ്പെട്ട പരീക്ഷൻ്റെ തലേന്നൊക്കെ നന്നായി വായിക്കേണ്ട സമയമാണല്ലോ, ഒരു സംശയമില്ലല്ലോ. ഈ സമയം പോലും ഇത്തരം കാര്യം ഒരു ലഹരിയാക്കി തീർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സമയത്ത് ഇതൊക്കെ നശിപ്പിച്ചിരിക്കണം. പക്ഷേ ഇതൊന്നും പലരും സമ്മതിച്ചിരില്ല. പ്രത്യേകിച്ച് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവരിത് സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില തിന്മകളാണ് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിനെതിരെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള അവർ തീവ്രവാദികളാണെന്ന് പറയും. അതാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ അവരെന്താ, ഇതിനെ നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അവർ താലിബാനാണെന്ന് പറയും. അങ്ങനെ ഓരോന്ന് പറയും. വാസ്തവത്തിൽ എന്തൊരു അക്രമമാണിത്. ശരി പറയുന്ന ആൾക്കാരെ ഒന്ന് കുറച്ച് കാണിക്കാൻ, ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന കാര്യം. ഇത് പണ്ടുണ്ട്. നല്ലത് പറയുന്നവരെ ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് പിന്തിരിപ്പാക്കാൻ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കുമായിട്ട് അവിടെ വന്നതൊരു തർക്കമില്ലാത്ത കാര്യമല്ലേ. പക്ഷേ നബി തിരുമേനിയെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു 40 വയസ്സ് വരെ. അതിൻ്റെ കാരണം ചില പണ്ഡിതന്മാർ പറയുന്നത് ലിയന്നഹു കാന സ്വാലിഹ, നബി നല്ലൊരു മനുഷ്യനായിരുന്നു. അതുതന്നെ നബി വിശ്വാസവഞ്ചന നടത്തൂല. അവർക്കിടയിൽ അല്ലമീൻ, സത്യസന്ധൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞത് അവർക്ക് അറിഞ്ഞുകൂടാ, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും, ഒരു നിലക്കും വഞ്ചന. കരാർ പാലിക്കുകയാണെങ്കിൽ കരാർ ചെയ്താൽ അത് പാലിക്കും, പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും, നല്ല കാര്യങ്ങൾ ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ 40 വയസ്സായപ്പോൾ എല്ലാവർക്കും വെറുപ്പായി. കാരണം വഹയി കിട്ടി, സത്യം പറയാൻ തുടങ്ങി. വെറുപ്പാൻ കാരണം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, അന്നഹു കാന മുസ്ലിഹൻ. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിഹായി മാറി. അതിൻ്റെ മുമ്പ് സാലിഹായിരുന്നു. ആര് ചെയ്യണത് തെറ്റുമെന്ന് എതിർത്തിരുന്നില്ല. പക്ഷെ പിന്നെ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അള്ളൊരു പണി ഏൽപ്പിച്ചു. ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, താക്കീത് ചെയ്യുക നരകത്തെപ്പറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വന്ന തിന്മ, അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. നിങ്ങൾ ഈ രൂപത്തിൽ പോയാൽ നരകത്ത് പോകും, സ്നേഹം കൊണ്ടാണിത്. ഇത് തീവ്രവാദമല്ലത്. മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് മനുഷ്യർ നരകത്ത് പോകരുത്, അവർ സ്വർഗത്തിലെത്തണം. അതിന് ഇസ്ലാമിൻ്റെ ആ സുന്ദരമായ ആ ആദർശം അവർ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള ചെയ്യണത്. പക്ഷെ ആ നിമിഷം മുതൽ അവർ ശത്രുക്കളായി. നല്ലവരെ സമൂഹം പിന്നെ ഏറ്റവും മോശമായിട്ടാണ് കാണുക. ഈ സമയം സമൂഹം ഒന്നും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടുപ്പ് കാണിക്കാൻ പറ്റില്ല. അതാണ് കൊല്ല യസ്തവിൽ ഹബീസ് വത്തൊയ്, നല്ലതും ചീത്തയും സമമാവൂല. വലോ ആജബൊക്കെ കസറത്തുൽ ഹബീസ്, തിന്മയുടെ ആധിക്യം താങ്കൾ അത്ഭുതപ്പെടുത്തിയാലും.
ലോകം മുഴുവനും തിന്മയുമായി പോകും. തിന്മയുടെ ഒരു കൂലം കുത്തി ഒഴുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനോട് ഒപ്പിച്ച് പോകല്ല. കൂടെ കൂടാൻ എളുപ്പമാണ്, കൂടെ കൂടല്ല വേണ്ടേ. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് ഒരിക്കൽ അംറു ഇബ്നു മൈമൂൻ എന്ന താബിയോട് പറഞ്ഞു, അൽ ജമാ എന്ന് സ്വർഗത്ത് പോകുന്ന ടീമിനെ പറ്റി പറഞ്ഞ എന്താണ് ഈ അൽ ജമാ? അത് മാ വാഫഖൽ ഹക്ക്, സത്യത്തോട് യോജിച്ചത്. വലോ കുൻത വാഹിദക, അപ്പോൾ ഒരു കാലത്ത് നീ ഒറ്റയ്ക്കേ ഉള്ളൂ നിൽക്കുക, ലോകം മുഴുവനും സത്യത്തിന് എതിരാൻ നോക്കുക, നീ മാത്രമേ ഉള്ളൂ നിൽക്കുക, എന്നാൽ നീയാണ് അൽ ജമാഅത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കണം. അതിനെതിരെ പല രൂപത്തിലുള്ള ആരോപണങ്ങളും വരും. ലോകത്തിൽ ഏറ്റവും ഷറഫുള്ള വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിനെ പറ്റി എന്താ പറഞ്ഞത്? മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞു. ആ നബിയെ പറ്റി എന്താ പറഞ്ഞത്? സാഹിർ, മന്ത്രവാദി എന്ന് പറഞ്ഞു. ആ റസൂൽ തിരുമേനിയെ പറ്റി അവരെന്താ പറഞ്ഞത്? ഷായർ, അദ്ദേഹം കവിയാണ്. പല രൂപത്തിൽ അദ്ദേഹത്തെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇവരുടെ ആരോപണങ്ങളും ഇവർ വിശ്വസിക്കാത്ത പ്രശ്നമൊക്കെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി വെക്കൂല. എന്താണ് ഹക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുക, എന്നിട്ട് ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത്. ഒഴുക്കിനെതിരെ നീന്തുക. എന്നാൽ ലോകം മുഴുവൻ എതിരായാലും അങ്ങനെയാണ്. ലോകം മുഴുവൻ എതിരായാലും വിജയിക്കും. അത് വിജയിക്കും. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ സത്യം എന്താ അതിൽ നിന്നാൽ പിന്നെ പ്രതിസന്ധിയാവില്ലേ, പ്രശ്നമാവില്ല എന്ന് പേടിക്കേണ്ട. ആ സഹായം എങ്ങനെയാണ് വരിക എന്നറിയാം. ഇപ്പം തന്നെ ഇത് കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം. നമ്മൾ എന്തിനാണ് അവിടെ കൂടി? നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സഹായങ്ങളാണ് വന്നുകൊണ്ടുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിച്ചു. അവസാനം നമ്മുടെ കോടതി അതിലിടപെട്ടു. എങ്ങനെ സഹായം വരുമെന്നറിഞ്ഞൂടാ. അത് മുസ്ലിങ്ങൾ വഴി തന്നെ ആയിക്കൊള്ളുന്നില്ല. മക്കയിൽ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളോട് നബി പറഞ്ഞു നജ്ജാഷി രാജാവിൻ്റെ അടുത്ത് പോകണമെന്നാ. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അവരാണ് ആ ക്രിസ്ത്യാനിയായ രാജാവാണ് അടുത്ത് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ അതിൻ്റെ സഹായം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അബൂജഹൽ വല്ലാതെ മർദ്ദിച്ചപ്പോൾ അന്ന് മുസ്ലിം അല്ലാതിരുന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ് ദേഷ്യം പിടിച്ചിട്ട് വന്നിട്ട്, എൻ്റെ സഹോദരൻ്റെ പുത്രനെ താൻ മർദ്ദിച്ചോ എങ്കിൽ ഞാൻ കാണിച്ചു തരാറിട്ട് അബൂജഹലിനെ അടിച്ച് മുറിയേൽപ്പിച്ചു. ഞാൻ മുസ്ലിമാണ് പറഞ്ഞു. ആ നേരം അദ്ദേഹം മുസ്ലിമായതാണ്. അള്ളാഹുവിൻ്റെ സഹായം സത്യത്തിൽ നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് വരിക എന്നറിയില്ല. സർവോപരി റബ്ബ് സഹായിക്കും. ഇപ്പോൾ ഇബ്രാഹിം നബിക്ക് ലോകം മുഴുവൻ എതിരായിരുന്നിട്ട് വല്ലതും സംഭവിച്ചോ? അന്നത്തെ ഭരണകൂടം ഒക്കെ എതിര്. എന്നിട്ട് അവരൊരു അഗ്നികുണ്ടുണ്ടാക്കി അതിൽ വലിച്ചിട്ടിട്ട് വല്ലതും സംഭവിച്ചോ? ഇതൊക്കെ വലിയ ചരിത്രങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വേണ്ടി 4 വട്ടത്തെ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് അദ്ദേഹം ജനിക്കുന്ന കാലത്ത് ഫിറൗനൊരു സ്വപ്നം കണ്ടെത്തരേ, ഇസ്രായേലിൽ ഒരാൾ വരും, അയാൾ വന്നാൽ നമ്മുടെ ആധിപത്യം പോവും എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് അയാൾ തീരുമാനിക്കുന്ന ഇസ്രായേലിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ കൊല്ലുക. ആ നേരാണ് മൂസാ നബി ജനിക്കണേ. എന്നിട്ട് കൊല്ലാൻ പറ്റില്ല. അന്ന് ഉമ്മ ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കി. എന്നിട്ട് ആരെ കൊല്ലാനാണോ ഫിറോൻ കൽപ്പിച്ച ആരെ പേടിച്ചിട്ടാണോ ഈ വധം എന്ന പ്രഖ്യാപനം നടത്തിയത്, അയാളെ സ്വന്തം വീട്ടിൽ വളർത്തേണ്ട ഒരവസ്ഥ. ഇതാണ് റബ്ബിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഫിറോൻ വളർത്തുകയാണ്. ആര് വഴിയാണോ ഫിറോവിൻ്റെ ആധിപത്യം നഷ്ടപ്പെടുന്നത്, ആ വ്യക്തിയെ ഫിറോൻ തന്നെ വളർത്തുകയാണ്. അതിനുശേഷം ഒരു അബദ്ധവശാൽ അദ്ദേഹം ഒരുത്തനെ തൻ്റെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഒരു ഖിബ്തി വർഗത്തിൽപ്പെട്ട ഒരുത്തനെ അടിച്ചപ്പോൾ അത് മർമ്മത്ത് കൊണ്ട് അയാൾ മരിച്ചുപോയി. ഉടനെ ഫിറോൻ പറഞ്ഞു ഇവനെ കൊല്ലണം എന്നാണ്, മൂസാബിനെ കൊല്ലണം. അപ്പോൾ ഫിറോവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്ന് പതുക്കെ രഹസ്യമായി പറയും നിങ്ങളെ കൊല്ലാനുള്ള പരിപാടിൻ്റെ വേഗം നാട് വിട്ടോ. അപ്പോൾ അതും പോയി. പിന്നെ അദ്ദേഹം വഹയി കിട്ടി തിരിച്ചു വരികയാണ്. നബിയാണെന്ന് പറയുന്നു, അതിനുള്ള മോചിതത്തുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവസാനം ആൾക്കാർ ഇതിൽ ആകർഷകരാകുന്നു. അങ്ങനെ പല പ്രശ്നം വരുന്നു. ആ കൂട്ടത്തിൽ മത്സരം നടത്തുന്നു, ജാലവിദ്യക്കാർ മുസ്ലിങ്ങളാവുന്നു. അപ്പോൾ ഇത് വല്ലാത്ത സ്വാധീനം ചെലുത്തിയപ്പോൾ ഫിറൗൻ അയാളുടെ കൊട്ടാരത്തിൽ വെച്ച് പറയാം ദറൂനി അക്തുൽ മൂസ, ഇനി നിൽക്കാൻ പറ്റില്ല, ഞാൻ കൊല്ലുകയാണ് മൂസനെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. രാജകീയ കൽപ്പനയാണ്, എന്താ തടസ്സം? അപ്പോൾ ആ ഫിറൗൻ്റെ അടുത്തൊരു ബന്ധു പറഞ്ഞു നിങ്ങളെങ്ങനെയാണ് കൊല്ലുക? തഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുക നടക്കൂല എന്ന് പറഞ്ഞു. ഫിറൗൻ്റെ തൊട്ട കുടുംബത്തിൽപ്പെട്ട ഖിബ്തി വർഗത്തിൽപ്പെട്ട ഒരാളാണ് പറയുന്നത്. സൂറത്ത് ഗാഫിറിൽ ആ വിഷയം വിശദമായ പ്രസംഗം ഇങ്ങനെ ഒരു പ്രസംഗ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫിറോൻ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ടെന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ അവസാനം ഗത്യന്തരിൽ ഇസ്രായേലിൽ ഒന്നടങ്കം അവർ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പിന്നെ ആ കടലിൽ പിളരുന്നതും രക്ഷപ്പെടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഹക്കിൻ്റെ ആളായി കഴിഞ്ഞാൽ അതിന് സഹായം അള്ളാഹ് തന്നെ ഇടപെടും എന്ന്
ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ മുമ്പിലുള്ള, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല, വിശദമായിട്ടൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഒരു 2 കാര്യം ഞാൻ ചുരുക്കി പറയാം. ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു കാര്യം എന്താണെന്നറിയുങ്ങൾ, ഇങ്ങനെ വരുമ്പം ആരാണ് യഥാർത്ഥത്തിലുള്ള മോമിൻ, ആരാണ് ഹൃദയത്തിൽ അസുഖമുള്ളവെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നതാണ്. പ്രതിസന്ധി വരുമ്പോഴാണ് മനസ്സിലാകുക. ഏതുപോലെ ഉഹദ് യുദ്ധം ഉണ്ടായല്ലോ, ഞങ്ങൾ മുസ്ലിമാണ്, മദീനയിലുള്ള ആൾക്കാരൊക്കെ മുസ്ലിമാണ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഉഹദ് യുദ്ധം വരുന്നത്. ഉഹദ് യുദ്ധം വന്നു. ആ സമയം ഉഹദിലേക്ക് പോകുമ്പോൾ മുസ്ലിങ്ങളൊരു 1000-ഓളം ഉണ്ട്, അപ്പുറത്താണെങ്കിൽ 3000-ലേറെ ആൾക്കാരുണ്ട്. വഴി വെച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ അവരുടെ അസുഖം ഇങ്ങനെ പുറത്തെടുക്കുക. കാരണം അവർ ഒറിജിനൽ മുസ്ലിങ്ങളല്ല, അവർ ആനുകൂല്യം കിട്ടാനൊക്കെ ഞാൻ മുസ്ലിമാണ് ഇറങ്ങി നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പോണത് യുദ്ധത്തിനാണ്. മിക്കവാറും കഴുത്തിൻ്റെ മീതെ തല ഉണ്ടാവുമെന്ന് അറിയില്ല, ആ ജാതി പണിക്ക പോണേ. അതുകൊണ്ട് തന്നെ ഈമാനില്ലാത്ത ആൾക്കാരൊക്കെ പിന്നെ ഓരോ ന്യായങ്ങൾ പറയാൻ തുടങ്ങും. ഒലിങ്ങനെ ഓരോന്ന് ചൊറിയാൻ തുടങ്ങി. നമുക്ക് ഈ യുദ്ധം ശരിയാവില്ല, മുഹമ്മദ് നബി നമ്മളെ അഭിപ്രായം പരിഗണിച്ചില്ല, ചെറുപ്പക്കാരെ അഭിപ്രായം പരിഗണിച്ചത്, അതൊന്നല്ല അവർ ഒറിജിനൽ കാരണം. അവർക്ക് യുദ്ധത്തിന് പോകാനാവില്ല, അവരുടെ മനസ്സിൽ ഈമാനുമില്ല. അപ്പോൾ ഈ സമയത്ത് അവരെന്ത് ചെയ്യും, അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് 300 ആൾക്കാരെ കണ്ട് പിന്തിരിപ്പിച്ചു. പിന്നെ ബാക്കിയുള്ളവരെ യുദ്ധത്തിന് പോണത്. ഈ പ്രതിസന്ധി വരുമ്പോഴാണ് ഒറിജിനൽ ഈമാനുള്ളവരും അല്ലാത്തവരും, സത്യത്തെ ആര് സഹായിക്കുന്നു, സത്യത്തെ ആര് എതിർക്കുന്നു, ആർക്കാണ് സത്യത്തിനോട് താല്പര്യം ഇല്ലായ്മാർ, അതുപോലെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി സത്യത്തെ ആരാണ് ബലി കഴിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പ്രതിസന്ധിൻ്റെ സമയത്താണ് മനസ്സിലാകുക. ആരാണ് കൂടെ നിൽക്കുക, ആരാണ് ഇല്ലാതെ നിൽക്കുക. ഈ നേരമൊക്കെ നമ്മൾ ഉഹദ് യുദ്ധത്തിൽ 700 ആൾക്കാർ നബിയുടെ കൂടെ തന്നെ നിന്നല്ല, അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഏത് പ്രതിസന്ധി വന്നാലും അല്ലദീന ഖാലലഹും മുന്നാസ് ഇന്നന്നാസഖദ് ജമാഉലക്കും. ഉഹദ് യുദ്ധം കഴിഞ്ഞ് പരിക്ക് പറ്റി പല ആൾക്കാരും കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, വാള് രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്, അത് കഴുകിയിട്ടില്ല. അപ്പോഴാണ് അവരൊരു വാർത്ത കേൾക്കുന്നത്, മക്കയിലെ മുശ്രിക്കുകൾ വീണ്ടും തിരിച്ചു വരുന്നു. അവർ മദീനനെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നിരുന്നത്, ലക്ഷ്യം നേടിയിട്ടില്ല. പിന്നെ ഇസ്ലാമിൻ്റെ പ്രധാനികൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂർ സിദ്ദീഖ്, ഉമർ ഖത്താബ് അവരൊക്കെ കൊല്ലണം എന്ന് വിചാരിച്ച് വന്നതാണ്. അതൊന്നും നടന്നിട്ടില്ല, നമ്മുടെ ലക്ഷ്യം നേടിയിട്ടില്ല. അതുകൊണ്ട് എന്ത് പണി നമ്മൾ ചെയ്യും, നമ്മൾ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. അവരെന്നാ ആ വിവരം മുസ്ലിങ്ങളുടെ അടുത്തെത്തി. മുസ്ലിങ്ങളോട് ചിലർ പറഞ്ഞു അവർ വീണ്ടും വരുന്നുണ്ട്. അപ്പം മുസ്ലിങ്ങൾ പേടിക്കല്ലേ ചെയ്ത്, അവരെന്താ പറഞ്ഞു, ഹസ്ബുൻ അല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. ഫസാദഹും ഈമാൻ, അവർക്കത് ഈമാൻ വർദ്ധിപ്പിക്കുക ചെയ്ത്. പ്രതിസന്ധികൾ സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെങ്കിൽ പ്രതിസന്ധികൾ ഹൃദയത്തിൽ രോഗമുള്ളവരുടെ രോഗം മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ നല്ലവർ, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ സത്യത്തോട് താല്പര്യമില്ലാത്തവർ എന്നത് ശരിക്ക് പറഞ്ഞു കൊടുക്കും. യാതൊരു സംശയമില്ല, തിരിച്ചറിവാണത്. ഒരു ഹക്കിൻ്റെ വിഷയത്തിൽ ഒരു നല്ല കാര്യത്തിന് ഒരു വ്യക്തി നിലകൊള്ളുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അയാൾക്കെതിരെ രംഗത്ത് വരിക എന്നെങ്കിൽ ഭൗതിക താല്പര്യമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ മുഅ്തസില, വേറുള്ള പല വിധത്തിൻ്റെ കക്ഷികളുണ്ടല്ലോ, ഇസ്ലാമിൻ്റെ ചില വിഷയങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരും ആ വിലക്കപ്പെട്ട തിന്മകളൊക്കെ വായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. അത്തരം ആൾക്കാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും സത്യത്തിൻ്റെ ആളെ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മരിക്കുന്നത് വരെ അന്ത്യദൂതൻ പോലും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന അള്ളാഹുവേ, നിൻ്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണമേ. മരിക്കുന്നത് വരെ ഈ ദീനിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ നമുക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാറില്ല, ലാഭം മാത്രമേ ഉള്ളൂ. പ്രതിസന്ധികൾ മുഴുവനും നമ്മുടെ ജീവിതത്തെ സ്ഫുടം ചെയ്യാനാണ്, നമ്മളങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാനാണ്. നമുക്ക് വരുന്ന ഏത് പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്ന തിന്മകൾ ഇല്ലായ്മ ചെയ്യാനാണ്. നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം കിട്ടാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി ബലാൻ അൽ അംബിയ, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അമ്പിയാക്കൾക്കാണ് ഉണ്ടാവുക. എന്തെല്ലാം പരീക്ഷണങ്ങൾ, വലിയ വലിയ ഇതാ കൂട്ടത്തിലൊന്നുമില്ല. ഞാൻ തുടക്കം പറഞ്ഞ മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയാറിന് മാതിരിയുള്ളൂ. അഹ്മദ് ബിൻ ഹംബൽ എത്ര കാലം മർദ്ദിക്കപ്പെട്ടു, അവസാനം വിജയം ഉണ്ടായില്ലേ? സത്യത്തിൽ നിലകൊള്ളുക, അവർക്ക് ഈ ലോകവും പരലോകവും അവരെ കൂടിയിരിക്കും. ലോകം മുഴുവനും അവർ വാഴ്ത്തും. അന്ന് ഇബ്രാഹിം നബിക്ക് ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഇബ്രാഹിം നബിയെ മാതൃകയാക്കണം എന്ന് മിമ്പറുകളിലും അല്ലാത്ത വേദികളിലും പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആൾക്കാർ. അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഹക്കിൽ നിലനിന്നാൽ അവരാണ് ചരിത്രത്തിൽ ഇടം
ഉള്ളവർ. എന്നാൽ അന്ന് അഹമ്മദ് ബിൻ ഹംബലിനെ എതിർത്തവർ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അന്ന് ഇബ്രാഹിം നബിനെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ നമ്രൂദിനെ പറ്റി നന്നാക്കി ആരെങ്കിലും പറയുമോ? സത്യത്തിൻ്റെ എതിരാളികളെ സമൂഹം ചവറ്റുകൊട്ടയിലേക്ക് എറിയ അവർ ഈ ലോകത്തൊന്നുമല്ല. ഒറ്റ കാര്യം കൂടി പറയണം അവസാനം, ഒറ്റ കാര്യം എന്താണെന്നറിയാം, നിങ്ങൾ വേറൊരു പാഠം എന്നറിയാം. ഇതൊന്നും ഈ തിന്മക്കെതിരെ നമ്മൾ നിൽക്കുമ്പോൾ ഇത് മുസ്ലിങ്ങളുടെ എന്തോ ഒരു അജണ്ടയാണെന്ന് വിചാരിക്കണം. ഇത് പൊതുവായ എല്ലാവരുടെയും ഗുണമാണിത്. എല്ലാവരും സമൂഹത്തിൽ തിന്മ വ്യാപിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. അതില്ലാതിരിക്കണം. ഇവിടെ ഇസ്ലാം നടത്തുന്നവർ വാസ്തവത്തിൽ തിന്മക്കെതിരെ പ്രതികരിക്കുന്നവർ വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ സംരക്ഷകരാണ് ശരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് മാത്രം ഞാൻ ഓതാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അങ്ങനെ ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വമാ ഖാന റബ്ബുക ലി യുഹ്ലിക്കൽ ഖുറ, ഒരു നാട്ടിനെയും നിൻ്റെ റബ്ബ് നശിപ്പിക്കുകയില്ല ബിളുൽമിൻ, അവർ ചെയ്ത ളുൽമ് കൊണ്ട്. വഅഹ്ലുഹ മുസ്ലിമൂൻ, അതിൽ ആൾക്കാർ ഇസ്ലാം നടത്തുന്നുണ്ടെങ്കിൽ, സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവരെ പൊതുവായ ശിക്ഷക്കുള്ള വിധേയമാക്കൂലാന്ന്. അപ്പോൾ പൊതുശിക്ഷ കിട്ടാതിരിക്കാൻ, അതിൽ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരൊക്കെ വരില്ല, അവർക്കൊരു പൊതുശിക്ഷ കിട്ടാതിരിക്കാൻ അവർക്കിടയിൽ നന്മ കൽപ്പിക്കുന്നവരുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു നാട്ടിൽ സമൂഹത്തിൻ്റെ തിന്മകളെ എതിർക്കുന്നവരുണ്ടെങ്കിൽ ആ നാടിൻ്റെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ അവർക്കെതിരെ തിരിയലല്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ഇസ്ലാഹിൻ്റെ ആൾക്കാരാവണമെന്നേ പറയാനുള്ളൂ. ഞാൻ ഒരു ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എന്തിനാണ് മീറ്റിംഗ് കൂടി, അതുമായി ബന്ധപ്പെട്ട കാര്യം, അതിൻ്റെ പിന്നാമ്പുറങ്ങളെ കൂടെ നന്നായി സംസാരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നന്നായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ വേറെ ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ, അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.